പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ധാരാളം അപ്ഡേറ്റ്സ് കൂടി ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്നത് പത്മകുമാറിന്റെ അറിവോട് കൂടിയാണ് ഈ സ്വർണ്ണ കവർച്ചയും കട്ടിളപ്പാളികൾ കടത്തിയതുമെന്ന് SIT കൃത്യമായ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്ക് കട്ടിളപ്പാളികൾ നൽകാൻ നിർദ്ദേശിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ ആണ് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇപ്പോൾ മൊഴികൾ ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ അന്വേഷണം നമുക്കറിയാം, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ 6ാമത്തെ അറസ്റ്റാണ് പത്മകുമാറിൽ എത്തി നിൽക്കുന്നത്. ഇനിയുള്ള അറസ്റ്റ് ഒരുപക്ഷെ അന്നത്തെ ദേവസ്വം മന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവും കഴക്കൂട്ടം MLAയും ഒക്കെയായ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നത് സംബന്ധിച്ചുള്ള ചില നിഗമനങ്ങൾ വരുന്നു. കാരണം പത്മകുമാർ ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ ചോദ്യമുനയിലാണ്. ആ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭ്യമാകുന്ന വിവരം, അതായത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്ന നിലയിലാണ്. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെ അത് അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കും. ഒരുപക്ഷെ പത്മകുമാറിന് ശേഷം ഇനിയുള്ള അറസ്റ്റ് അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ്റെതാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ ഈ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. പ്രജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM വലിയ തോതിൽ പ്രതിരോധത്തിലാകുകയാണ്. കാരണം ഈ അറസ്റ്റിലാകുന്നതൊക്കെ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. പത്മകുമാറിനെ സംബന്ധിച്ച് മുൻ MLA ആണ്. വർഷങ്ങളായി തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPMന്റെ ഒരു പ്രധാനപ്പെട്ട ഫേസാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിവരം, അന്ന് സർക്കാർ സംവിധാനങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടന്നതെന്നതാണ്. അങ്ങനെയെങ്കിൽ അടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന നിലയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്, പ്രജിത്ത്? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് ഈ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കട്ടിളപ്പാളി പോറ്റിക്ക് കൊടുത്തുവിടാൻ നിർദ്ദേശിക്കുന്നത് പത്മകുമാറാണ്. അതോടൊപ്പം ഈ നിർദ്ദേശവും ഈ ഇടപെടലും ഉണ്ടാകുന്നത് 2019 ഫെബ്രുവരി മാസത്തിലാണ്. പിന്നാലെയാണ് ഈ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പാക്കി രേഖകൾ തയ്യാറാക്കിയത്. അതിനുശേഷം രേഖകൾ തിരുത്തിയതിലും പത്മകുമാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം പോറ്റിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നുള്ളതും ഈ മൊഴികളുടെ ഭാഗമായി ഇപ്പോൾ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിൻ്റെയും എല്ലാം ബന്ധിപ്പിക്കുന്ന വലിയ കണ്ണി ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ്. അത് സംബന്ധിച്ച ചില വിശദാംശങ്ങൾ പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ മൊഴിയായി കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. അതിലൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്ത അതിൻ്റെ ഒരു അപേക്ഷ നൽകാൻ ദേവസ്വം ബോർഡിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ആ അപേക്ഷ വന്നത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് വഴിയാണ് എന്ന രീതിയിലുള്ളൊരു മൊഴി പത്മകുമാർ SITക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിൽ പത്മകുമാർ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള തീരുമാനം വന്നത് ചില രേഖകൾ, അത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ നൽകിയ രേഖകളുടെയും അപേക്ഷയുടെയും അടിസ്ഥാനത്തിലാണ്. ഈ ഉദ്യോഗസ്ഥർ കൈമാറിയ അപേക്ഷ എന്നുള്ളത് അത് ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിക്കുകയും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അപേക്ഷ അത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് വരികയും ഉണ്ടായി. ഈ അപേക്ഷയും ഈ അപേക്ഷയ്ക്കൊപ്പമുള്ള നിർദ്ദേശങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ, ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അന്നത്തെ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെ അടക്കമാണ് പത്മകുമാർ ഉദ്ദേശിക്കുന്നത്. ഇവരുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് താൻ നടപടിയെടുത്തത് എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് മുകളിലുള്ള ആരാണോ അതിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാളും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പത്മകുമാർ കൃത്യമായി വിരൽ ചൂണ്ടുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മൊഴി പത്മകുമാർ നൽകിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം സ്വാഭാവികമായും ഏതൊരു ക്രിമിനൽ കേസിലും സമാനമായ രീതിയിലുള്ളൊരു മൊഴി വന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചത് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു ശുപാർശ ലഭിച്ചത് ഇന്നയാളിൽ നിന്നാണ് എന്നുള്ളൊരു മൊഴി വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ ആളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രത്യേക അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത. തിങ്കളാഴ്ച പത്മകുമാറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന അറസ്റ്റുകളെക്കാളും ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ അറസ്റ്റ് നടക്കുമ്പോഴും CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ സ്വർണ്ണക്കവർച്ച കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ആദ്യഘട്ടത്തിൽ CPMന്റെ ഈ ജീവനക്കാരുടെ സംഘടനകളുടെയൊക്കെ ചുമതലകളിലൊക്കെ
ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നേതാക്കളായിരുന്ന മുരാരി ബാബുവും സുധീഷ് കുമാറും ഒക്കെയാണ് അറസ്റ്റിലാകുന്നെങ്കിൽ പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ 2 തവണ ദേവസ്വം ബോർഡ് കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ CPM-ന്റെ ഇപ്പോഴത്തെ നേരത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറസ്റ്റും ഉണ്ടാകുന്നു. അങ്ങനെ പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി ഉണ്ടാകുന്ന സമയത്താണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ ഇത്തരമൊരു പരാമർശമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അന്ന് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഒക്കെ തലപ്പത്തിരുന്ന പ്രധാനപ്പെട്ട CPM നേതാക്കളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളും മൊഴികളും ആദ്യമൊക്കെ ഈ പത്മകുമാർ പറഞ്ഞിരുന്നത് തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ തൻ്റെ ബോർഡിന്റെ കാലത്തല്ല ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുടർച്ചയായി ആറന്മുളയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് പത്മകുമാർ നടത്തുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമുക്ക് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ കട്ടിളപ്പാളികൾ ഉൾപ്പെടെ വലിയ ദുരൂഹതകളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തന്നെ നിർദ്ദേശിച്ചത് പത്മകുമാറാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ പ്രവൃത്തിയിൽ മുഴുവൻ ദുരൂഹത നിറഞ്ഞു നിന്ന ഒരു വ്യക്തി പത്മകുമാറിൻ്റെ മുറികളൊക്കെ സ്വന്തം മുറി പോലെ, സ്വന്തം ഗസ്റ്റ് ഹൗസ് പോലെ ശബരിമലയിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഒപ്പം മറ്റു ഭക്തർ വർഷങ്ങളോളം കാത്തുനിന്ന് നടത്തുന്ന പല രീതിയിലുള്ള പൂജയാകട്ടെ മറ്റു വഴിപാടുകളാകട്ടെ അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ നിസ്സാരമായി പെട്ടെന്ന് ചെയ്തെടുക്കുവാൻ ശബരിമല സന്നിധാനത്ത് പറ്റിയത് ഈ പത്മകുമാറിൻ്റെ ഹോൾഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ന കണ്ടെത്തലാണ് ഈ ഘട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും CPM-ന് ഉത്തരം പറയേണ്ടി വരും. ആ നിലയിലേക്ക് തന്നെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ തന്നെയാണ്. നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത് പരിശോധിക്കാം ഗൗതം. കാരണം ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ ആദ്യമായി ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾക്ക് അതിൽ സ്വർണം പൂശി, പഴയ പാളികളിൽ സ്വർണം പൂശി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസർ ഉണ്ട് എന്നുള്ളത് ദേവസ്വം ബോർഡിനെ ആദ്യം അറിയിക്കുന്നത് പത്മകുമാർ തന്നെയാണ്. ഇത് ദേവസ്വം ബോർഡിനെ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ള കാര്യം പത്മകുമാർ അറിയിക്കുന്നു. അതിന് പിന്നാലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് വരുന്നു. ഈ അപേക്ഷ വരുമ്പോഴാണ് ഉദ്യോഗസ്ഥർ ഈ അപേക്ഷയ്ക്കൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി എൻ വാസുവിൻ്റെ നേതൃത്വത്തിൽ അത്തരമൊരു നടപടി ഉണ്ടാകുകയും അങ്ങനെ തിരുത്തപ്പെട്ട കൃത്രിമമായി ചമയ്ക്കപ്പെട്ട ഒരു രേഖയുമായി ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷ വരുന്നു. ഈ അപേക്ഷ വെക്കുന്നു. ഒപ്പം ഉദ്യോഗസ്ഥരുടെ സ്വർണ്ണ ചെമ്പുപാളികൾ എന്നുള്ള നിർദ്ദേശം അതവിടെ നിലനിൽക്കുന്നു. അങ്ങനെ ആ നടപടികളെല്ലാത്തിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് പത്മകുമാർ അംഗീകാരം നൽകുന്നു. അപ്പോൾ ദേവസ്വം മന്ത്രി മുതൽ എൻ വാസു മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഈ പറയുന്ന പത്മകുമാർ വരെയുള്ള ഒരു കണ്ണിയാണ് അവിടെ രൂപപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കാണണം. അതിനുശേഷമാണ് ഈ ഒരു സ്വർണ്ണ കവർച്ചയ്ക്ക് ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ അപേക്ഷ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത് മുതൽ ആ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ഇടപെട്ട ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ നടത്തിയ ഒരു ഗൂഢാലോചനയാണോ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ള സംശയം അവിടെ ബാക്കി നിൽക്കുന്നു. അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. പക്ഷേ ഇത് CPM-നുണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഇതുവരെയുള്ള ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ വരെ വലിയ ന്യായീകരണങ്ങളൊക്കെ ആദ്യം ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിൽ അറസ്റ്റിലാകുന്നത്, അതിൽ തങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ബാധ്യതയില്ല, CPM-ന് അതിൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നീട് പ്രമുഖനായിട്ടുള്ള ഒരു CPM നേതാവായ എൻ വാസു അറസ്റ്റിലാകുമ്പോഴും ഒരു പരിധിവരെ ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത്, ഉദ്യോഗസ്ഥനായിരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളിൽ എൻ വാസു ഇടപെട്ടതെന്ന് പറയുന്നു. അപ്പോഴും ഒരു പരിധിവരെ CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പത്മകുമാറിൻ്റെ അറസ്റ്റ് സംഭവിച്ചതോടുകൂടി CPM-ന് ഈ വിഷയത്തിലുള്ള പ്രതിരോധങ്ങളെല്ലാം അയഞ്ഞു തുടങ്ങിയിരുന്നു. കാരണം ഒരു പ്രധാനപ്പെട്ട CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ്, 10-50 വർഷത്തോളം CPM-ന്റെ പ്രവർത്തകനായി പല തലങ്ങളിൽ പ്രവർത്തിച്ച, യുവജന സംഘടനയിലും ഒക്കെ പ്രവർത്തിച്ച, പിന്നീട് ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു നിർണായക സ്ഥാനത്ത് CPM കൊണ്ട് കസേരയിട്ടിരുത്തിയ ഒരാളാണ് പത്മകുമാർ എന്നുള്ളത്. പത്മകുമാർ അറസ്റ്റിലാകുന്നതോടുകൂടി പൂർണ്ണമായും CPM ഒരു പ്രതിരോധത്തിലേക്ക് പോയി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയിരിക്കുന്നു എന്നുള്ള അത്തരം മൊഴികൾ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ഇതുവരെ നേരിട്ട പ്രതിരോധമൊന്നുമല്ല
ഇനി ഒരുക്കേണ്ടി വരുന്നത്. കാരണം ഈ വിവരങ്ങൾ എങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു മന്ത്രിതലത്തിൽ, ഒരു സർക്കാർ തലത്തിൽ ഒരു ഗൂഢാലോചനയോ ഒരു ഇടപെടലോ ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണ്ടി നടത്തിയോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളെല്ലാം എപ്പോഴും ശരിയായി മാറിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ പരിശോധന തന്നെയാണ് പ്രജിത്ത്. CPM-ന്റെ പ്രമുഖ നേതാവ് എന്നതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആൾ കൂടിയാണ് പത്മകുമാർ. കാരണം ഒരു കാലത്ത് CPM-നകത്ത് കേട്ടുകേൾവിയില്ലാത്ത വിഭാഗീയത നിലനിന്നിരുന്ന നാളുകൾ, അതായത് VS അച്യുതാനന്ദൻ ഒരു ഭാഗത്തും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി മറുഭാഗത്തും നിന്ന ഏതാണ്ട് ഒരു 2000 മുതൽ ഒരു 2017 വരെയുള്ള കാലയളവിൽ നിലനിന്നിരുന്ന വലിയ വിഭാഗീയതയുടെ കാലഘട്ടം നമുക്കറിയാം. ആ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ പത്തനംതിട്ട ജില്ല ഒന്നടങ്കം CPM നേതൃത്വം VS പക്ഷത്തിനൊപ്പം പോകുമ്പോൾ അന്ന് പിണറായി വിജയന് വേണ്ടി ജില്ലയിൽ നിന്ന് വാദിച്ച ഒരു നേതാവാണ് പത്മകുമാർ. അതിൻ്റെ ഒരു പാരിതോഷികം എന്ന നിലയിലൊക്കെയാണ് പിന്നീട് 2018 ഇയാളെ പിണറായി വിജയൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കി മാറ്റിയതൊക്കെ. അപ്പോൾ ഒരു പിണറായി ഭക്തൻ കൂടിയാണ് പത്മകുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാൽ തീർച്ചയായിട്ടും CPM-നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പുറത്തുവിടുന്ന ക്യാപ്സൂളുകൾ മതിയാകില്ല ഈ ഒരു വലിയ കുരുക്കിൽ നിന്നും പ്രതിരോധിക്കാനെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത് പ്രജിത് മോഹൻ.